ഓക്കെ, ഫങ്ഷണൽ മാനേജ്മെൻറ്റ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ കൊമേഴ്സിൻ്റെ അകത്ത് വരുന്ന DSC ആണ്, ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ. നമുക്കതിനെ എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം. എന്തൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഉറപ്പായിട്ട് നോക്കേണ്ട കാര്യങ്ങളൊന്നും സിലബസ് വെച്ച് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് മൊഡ്യൂൾ, ഇൻട്രഡക്ഷൻ ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ ടൈറ്റിൽ ഒന്ന് ഓർക്കുക, ഫങ്ഷണൽ മാനേജ്മെൻ്റ് ആണ്. എന്താണ് ഈ ഫങ്ഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റിന് 3 ലെവലുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ബോട്ടം ലെവലുണ്ട്. ടോപ്പ് ലെവലാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ലെവലെന്ന് പറയുന്നത്. ബോട്ടം ലെവലാണ് ആക്ച്വൽ ഓപ്പറേഷൻ നടത്തുന്നത്. ഇവർ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നു. നമുക്ക് ഒരു വർഷം കൊണ്ട് ഇത്രയും രൂപയുടെ ലാഭം ഉണ്ടാക്കണം പോലുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നു. അതൊക്കെ യഥാർത്ഥത്തിൽ നടപ്പാക്കുന്ന ആരാ? ഈ പറഞ്ഞ ഏറ്റവും താഴെത്തട്ടി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അവരാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നത്. അതെ, അവരാണ് നടപ്പിലാക്കുന്നത്. ഷാജഹാൻ എന്ത് വിചാരിച്ചു? താജ്മഹൽ കെട്ടണമെന്ന് പറഞ്ഞ് അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആകർഷണങ്ങളെ ഒന്നാക്കി മാറ്റണമെന്നൊക്കെ ഷാജഹാൻ തീരുമാനിച്ചു. ഒക്കെ ശരിയാണ്. എന്നാലും പണിക്കാരില്ലായിരുന്നുവെങ്കിൽ, ഓരോ ദിവസവും പണി നിയന്ത്രിക്കുന്ന ആൾക്കാരില്ലായിരുന്നെങ്കിൽ താജ്മഹൽ ഇന്ന് അവിടെ കാണോ? തമിഴിലൊരു പാട്ടിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, താജ്മഹൽ കെട്ടണമെന്ന് വിചാരിച്ച ഷാജഹാനാണെങ്കിലും കൊത്തന്മാരാണ് എന്ത് ചെയ്ത് താജ്മഹൽ കെട്ടിയെന്ന് പറയുന്നുണ്ട്. ആ ഒരു സത്യമാണല്ലേ? അതാണ് സത്യം. അപ്പോൾ ആക്ച്വൽ ഓപ്പറേഷൻ നടക്കുന്ന എവിടെയാണ്? എപ്പോഴും ബോട്ടം ലെവലാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിക് തലത്തിൽ ഉത്തരവിട്ടവർക്കിടയിലും ആക്ച്വൽ ആയിട്ട് നേടിയെടുത്തവരുടെ ഇടയായിട്ടൊരു സാധനമുണ്ട്, ദ മിഡിൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫങ്ഷണൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മിഡിൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ എന്താ ചെയ്യുന്നതെന്നറിയോ? പല ഏരിയയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് വളരെ സുലഭമായി കേട്ടിട്ടുള്ള വാക്കുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്, സെയിൽസ് മാനേജ്മെൻറ്റ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, അല്ലേ? ഇങ്ങനെ ഓരോ കാര്യത്തിനെയും സ്പെഷ്യലൈസ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നു. ആക്ച്വൽ ഫങ്ഷനിങ്ങിൻ്റെയും ടോപ്പ് ലെവൽ ഡിസിഷൻസിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ടോപ്പ് ലെവൽ ഒരു തീരുമാനം എടുത്തു, ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണം, 1000 കോടി രൂപയുടെ സെയിൽ നടത്തിയെടുക്കുന്നത്. 100 കോടിയാണ്, ഇതിപ്പോൾ 100 കോടിയുടെ സെയിൽ മതി, 100 കോടിയുടെ സെയിൽ ഈ വർഷം നടത്തണം തീരുമാനിച്ചു. അപ്പോൾ ഈ തീരുമാനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഈ ബോട്ടം ലെവലിൽ നടക്കുന്ന ആൾക്കാർ പ്രവർത്തിക്കണം, ഒരു സംശയമില്ല. പക്ഷേ ഈ മാനേജ്മെൻറ്റ് ഓരോരുത്തരുടെ ഓടിച്ചെന്ന് ഇന്നത് ചെയ്യുന്നു പറയത്തില്ല. പകരം എന്ത് ചെയ്യും? ദേ പാസ് ഇൻഫർമേഷൻ ടു ദി ഹോൾ ഫങ്ഷണൽ മാനേജേഴ്സ്. ഈ പറഞ്ഞ ഫങ്ഷണൽ മാനേജേഴ്സിലേക്കാണ് എന്ത് പോകുന്നത്? ഇൻഫർമേഷൻ പോകുന്നത്. ഈ ഫങ്ഷണൽ മാനേജേഴ്സ് അവരുടെ ഏരിയ എന്താണോ ആ ഒരു ഏരിയയുടെ എഫേർട്ട് ഈ ഗോളിലേക്ക് പോകുന്നു എന്ന് ഉറപ്പാക്കും. ഫോർ എക്സാമ്പിൾ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം ഈ വർഷം എന്ത് വേണം, 100 കോടിയുടെ എന്ത് വേണമെന്നറിയാം, സെയിൽസ് അച്ചീവ് ചെയ്യണമെന്നാണ് നമ്മുടെ ലക്ഷ്യമെന്നറിയാം. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ പഴയ ഡേറ്റയൊക്കെ എടുത്ത് നോക്കും. എത്ര രൂപയുടെ ഇൻപുട്ട് കിട്ടിയാലാണ് നമുക്ക് 100 കോടിയുടെ സെയിൽ നടത്താൻ പറ്റുന്നത്? നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടണ്ടേ? പ്രോഫിറ്റ് കൂടാൻ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ എത്ര രൂപയുടെ നമുക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൂട്ടി കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തുമ്പോഴോ നമ്മുടെ നിലവിലെ മാർക്കറ്റിംഗ് എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മളിപ്പം ഒരു 100 രൂപയുടെ പരസ്യം ചെയ്യുമ്പോൾ 2 പേരിലേക്ക് എത്തുന്നുണ്ടെന്നാണ് നമ്മുടെ കണക്ക്. അങ്ങനെയാണെങ്കിൽ 100 കോടി എന്ന് പറയുന്ന സെയിൽസിലേക്ക് എത്തിച്ചേരാൻ ഞാൻ എത്ര രൂപയുടെ സെയിൽ നടത്തണമെന്ന് സെയിൽ നടത്തണമെന്നല്ല, ഐ റിപ്പീറ്റ്, മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നു. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണാം, എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല, പലയിടത്തും മാർക്കറ്റിംഗ് സെയിൽസ് ഒരുമിച്ചാണ് പോകുന്നത്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആക്ച്വൽ സെയിലിനെ എന്ത് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്ത് പോകുന്നത്. അവർക്കും അറിയണം 100 കോടിയിൽ ആക്ച്വൽ സെയിൽ നടക്കണമെങ്കിൽ എത്ര രൂപയുടെ മാർക്കറ്റിംഗ് പോകണം, എത്ര രൂപയുടെ ഇൻപുട്ട് കിട്ടണം പോലുള്ള കാര്യങ്ങളൊക്കെ അവർ ട്രാക്ക് ചെയ്യും. HR-നും വീണ്ടും അവരും ഡേറ്റ നോക്കും. എല്ലായിടത്തും കളി ഡേറ്റ തന്നെയാണ്, ഉറപ്പായിട്ട് ഒരു സംശയമില്ല. അവരും ഡേറ്റ നോക്കും. എത്ര ആൾക്കാരെ വെച്ച് നമ്മൾ ജോലി ചെയ്തപ്പോഴാണ് നിലവിലുള്ള പ്രോഫിറ്റ് കിട്ടിയ ആ ഒരു എഫിഷ്യൻസി വെച്ച് നോക്കുമ്പോൾ 100 കോടിയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? പുതിയ ആൾക്കാരെ ഹയർ ചെയ്യണോ? നിലവിലുള്ളവർക്ക് കൂടുതൽ ശമ്പളം കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യണോ? അതോ ഇവരെ ശമ്പളം കുറച്ച് കൊടുക്കണോ? എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് HR-ഉം തീരുമാനമെടുക്കും. എന്നിട്ട് അടുത്ത ഏത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നോ? മേജർ ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ചിലയിടത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഫാക്ടറിക്കുള്ള സ്ഥലത്ത് ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അവരാണ് ആക്ച്വലൈസേഷൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്ത് പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്ന് നോക്കുന്നത്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കീഴിലുള്ളവർ ഈ പണിയെടുക്കും.
ഇതിൻ്റെ എഫേർട്ടെല്ലാം എങ്ങോട്ട് പോകും? നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ച 100 കോടി എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ മാനേജ്മെൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. സ്റ്റാൻഡ് ഇൻ ബിറ്റ്വീൻ ആൻഡ് മേക്ക് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിവിജ്വലി എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ സെൻട്രൽ ഒരു ഗോളിലേക്ക് അവരുടെ എഫേർട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഫങ്ഷണൽ മാനേജ്മെൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഒരു ഇൻട്രഡക്ഷൻ കേട്ടോ. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്സ് എന്താണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പല വർഷങ്ങളിലും പഠിക്കുന്ന കാര്യങ്ങളാണ്. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? ഗോൾ ഓറിയൻറ്റഡ് ആണ്, എപ്പോഴും നമ്മുടെ മേജർ ഗോളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഒരു ടീം വർക്കാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഒറ്റയ്ക്ക് ഒരുത്തരുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റത്തില്ല? മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ടൈംലി ചെയ്യണം, എപ്പോഴും ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ഡെഡ് ലൈൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ പല കാര്യങ്ങൾ ചേർന്നാലും നമ്മളൊരു സാധനത്തിനെ മാനേജ് ചെയ്തു എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെ, അതായത് നമുക്ക് ഈ ബില്ലടയ്ക്കേണ്ട ദിവസം 31-ാം തീയതിയാണ്. നമ്മൾ കൃത്യം അടുത്ത മാസം 5-ാം തീയതി കൊണ്ട് ബില്ലടച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്തു എന്ന് പറയുന്നതിന് എന്തില്ല? അർത്ഥമില്ല. ആ ഒരു കാഴ്ചപ്പാട് ചിന്തിച്ച് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാലാണ് ഒരു സാധനത്തിനെ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ നിങ്ങളുടെ കംഫർട്ടിലുള്ള വാക്കുകളും എക്സ്പ്ലനേഷനൊക്കെ നോക്കാം. പിന്നെ കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്, പല കാഴ്ചപ്പാടുകൾ, പല ഒന്നുണ്ട്, ഡെഫിനിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ മാനേജ്മെൻറ്റ് എന്ന വാക്കിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നോക്കിയിടാ, ഹ്യൂമൻ റിലേഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കുന്നതിനാണ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഫങ്ഷൻ എന്ന രീതിക്ക് നോക്കുമ്പോഴോ പല പ്രോസസ്സുകൾ ചേരുന്നതാണ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അറിയാലോ? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, അറിയാലോ നമുക്ക്. ആ പറഞ്ഞ കാര്യമാണ്. ഇനി മാനേജ്മെൻറ്റിനെ ഒരു ഡിസിപ്ലിനായിട്ട് കാണുകയാണെങ്കിൽ, നോളേജിൻ്റെ ഒരു ഇതായിട്ട് കാണിക്കുകയാണെങ്കിൽ അതെന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്, പഠിക്കാൻ ഒക്കെ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കിന് എന്തൊക്കെ അർത്ഥങ്ങൾ വരാമെന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ റിലേഷൻ്റെ കാര്യം വരുമ്പോൾ അതെന്താണ്? ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. ഫങ്ഷൻ എന്ന രീതിയിൽ പറയുമ്പോൾ പല പ്രോസസ്സുകൾ ചേരുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ബോഡി ഓഫ് നോളജ് എന്ന രീതിയിൽ നോക്കിയാലോ അതൊരു ഡിസിപ്ലിനാണ്. ഇനി ലീഡർഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതെന്താണ്? ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ആർട്ടാണ്. അങ്ങനെ നമുക്ക് പലതും എന്ത് പറയാം? കോൺസെപ്റ്റുകൾ പറയാം. ഓരോരുത്തരും പറഞ്ഞ കാഴ്ചപ്പാടുകൾ ഓരോന്നാണ്. അപ്പോൾ ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കും. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, വലിയ സ്ഥിരം ചോദിക്കാറുള്ള സാധനങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്താണെന്ന് അറിയാമല്ലോ, സ്ഥിരം വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. പ്ലാനിങ്, സ്റ്റാഫിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം വിട്ടുപോയി, ഡയറക്റ്റിങ്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്ത കാര്യത്തിന് വേണ്ട സ്റ്റാഫിങ് ഉറപ്പാക്കുന്നു, ഓർഗനൈസിങ് ചെയ്യുന്നു. ഇതിനെ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, നമ്മളെ ഗോളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നു. അവസാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ നടന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു. അതാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മളീ പറഞ്ഞ എന്തെന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളാണ് ഫങ്ഷണൽ മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടും തിരിഞ്ഞു പോകരുത്. മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഫങ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാനിങ്ങിനെയും ഒക്കെ ഫങ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഈ ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റിനെയാണ് ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി. എപ്പോഴും മാനേജ്മെൻറ്റും പിന്നെ മാർക്കറ്റിംഗ് പോലുള്ള പേപ്പറൊക്കെ എഴുതുമ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സ്വന്തം ഭാഷയിൽ എഴുതാനുള്ള കഴിവുണ്ട്. അല്ല നമുക്ക് മറ്റേ ഇതുപോലെ എന്താ പറയുക, ഫിനാൻസൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രോപ്പർ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, അത്ര റിജിഡ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം. ബാക്കിയെല്ലാം അതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ നോക്കാം. വലിയ സംഭവമല്ല ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് കമൻ്റായിട്ടോ എവിടെ വേണമെങ്കിലും പറയാം. വി വിൽ ലെറ്റ് യു നോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.